ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫേവററ്റ് പെർഫ്യൂംസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഒരു ലേഡീസിൻ്റെ പെർഫ്യൂമാണ്, പക്ഷേ ഒരെണ്ണോ രണ്ടെണ്ണോ യൂണിസെക്സ് പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പെർഫ്യൂം വന്ന് വിക്ടോറിയ സീക്രട്ടിൻ്റെ പെർഫ്യൂമാണ്. ഇത് എക്സോ എന്ന് പറയും ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര്. ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ അതിൻ്റെ ഒരു ബോ ഒക്കെ ഉണ്ട്, അതിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെറുതായിട്ട് അതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഗിഫ്റ്റിംഗ് ഓപ്ഷനിൽ ബെസ്റ്റാണ്, കാരണം അതിൻ്റെ പാക്കേജിങ് തന്നെ ഭയങ്കര ഭംഗിയാണ്. നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇങ്ങനെ വെറുതെ ഷോയിന് പോലെ ഇങ്ങനെ വെച്ചേക്കാം ടേബിളിലൊക്കെ. ഇതിൻ്റെ പാക്കേജിങ് വന്ന് ഇങ്ങനെ വൈറ്റാണ്, വൈറ്റ് ടോപ്പ് ഇങ്ങനെ വരും. ഇത് ഓൾമോസ്റ്റ് തീരാറായി, കുറേ ഉപയോഗിക്കുന്നതാണിത്. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ലേഡീസ് പെർഫ്യൂമാണ്. ഒരു ഫ്ലോറൽ നോട്ടാണ് മെയിനായിട്ട് വരുന്നത്. റോസും വാനില അങ്ങനത്തെ ഒരു നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ടോണാണ്. നല്ല മൈൽഡ്, ഒത്തിരി ഹെവിയോ സ്ട്രോങ്ങോ ഒന്നുമല്ല. അപ്പം ഞാനത് യൂഷ്വലി ഡേ വെയറിന് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഓഫീസിലൊക്കെ ഉപയോഗിക്കാം, കാരണം ഒത്തിരി സ്ട്രോങ് അല്ല, നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ അതാണിത്. നെക്സ്റ്റ് പെർഫ്യൂം വന്ന് ജീസോ എന്നുള്ളൊരു കമ്പനിയുടെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഹണി ഇൻഫ്യൂസ്ഡ് ഹെയർ പെർഫ്യൂമാണ്. നമുക്ക് ഹെയറിലും അടിക്കാം, ബോഡിയിലും അടിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറെൻ്റ് ആയിട്ടൊന്നുമല്ല. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഹണി ഇൻഫ്യൂസ്ഡ്, അപ്പോൾ നമുക്ക് ഹെയറിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇതിൻ്റെ പല വേരിയൻറ്റ്സ് അവൈലബിൾ ആണ്. റോസ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂബെറി എന്നുള്ളൊരു വേരിയൻ്റ് ഉണ്ട്. ഇപ്പോൾ പുതിയ വേരിയൻറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കുറച്ചൊരു ഒരു വിൻ്റർ ടൈപ്പായിട്ടുള്ള കുറച്ച് വേരിയൻറ്റ്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഒറിജിനൽ മണമുള്ള ജീസോയിൻ്റെ ആണ്. ഇത് കുറച്ചൊരു ഒത്തിരി സ്വീറ്റ് അല്ല, പക്ഷെ ചെറിയൊരു ഹണിയുടെയും കുറച്ചൊരു അല്ലാത്തൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഫ്ലോറൽ അല്ല, പക്ഷെ എന്ന് പറഞ്ഞാലും ഒത്തിരി സ്ട്രോങ്ങോ ഒന്നുമല്ല, പക്ഷെ നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ് ഇതിനുള്ളത്. അപ്പം ഞാൻ യൂഷ്വലി കുളിച്ച് കഴിഞ്ഞിട്ട് ഹെയറിന് അടിക്കാറുണ്ട്. അപ്പം ഹെയറിന് നല്ലൊരു മണം, ഫ്രഷ് മണം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ജീസോ. ഇങ്ങനത്തെ ചെറിയൊരു ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ 100 ml അവൈലബിൾ ആണ്. ഇത് 50 ml ആണ്. തീരാറായി, ഓൾമോസ്റ്റ് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് സോൾ ഡി ജനറോ. എന്ന് പറയുമ്പം ബ്രസീലിയൻ ജാസ്മിൻ ആൻഡ് പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വേരിയൻ്റ്. ഇതിൽ യൂഷ്വലി കുറേ കളേഴ്സ് ഉണ്ട്, നമ്പേർഡാണ്. ഇത് 68 ആണ്. ഈ വേരിയൻറ്റും നല്ലതാണ്. വേറൊരു കാരമൽ, കുറച്ചൊരു സ്വീറ്റ് സോൾട്ടഡ് കാരമലിൻ്റെ ഫ്ലേവറിൻ്റെ ഉണ്ട്. അതും ഭയങ്കര, എനിക്കൊന്ന് 62 ആണെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സ്മെൽ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ. പക്ഷേ ഇത് നല്ല പിങ്ക് പാക്കേജിങ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ എടുക്കാൻ കാരണം. പക്ഷേ ഇതിൻ്റെ മണം നല്ലതാണ്. കുറച്ചൊരു ഫ്രൂട്ടി റോസ് ടൈപ്പ്, ഡ്രാഗൺ ഫ്രൂട്ട് റോസ് ടൈപ്പ് സ്മെല്ലാണ്. ഒത്തിരി സ്ട്രോങ് അല്ല, പക്ഷേ ഇതൊരു പെർഫ്യൂം അല്ല, ഇതൊരു പെർഫ്യൂം മിസ്റ്റാണ്. അപ്പോൾ ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യത്തില്ല, കാരണം ഇതൊരു പാർഫം ഒന്നുമല്ല. അത് കാരണം അത്ര ലാസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു 2 to 3 hours നിൽക്കും. നമുക്ക് ബാഗിനകത്തൊക്കെ ഇട്ടിരുന്ന ഇടയ്ക്കൊക്കെ അടിക്കുന്നത് നല്ലതായിരിക്കും. ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ 90 ml ഉണ്ട്, ഇതിൻ്റെ വലുതും ഉണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം വേറെ വേരിയൻസ് ട്രൈ ചെയ്യേണ്ടവർക്ക് ഇത് കഴിയുമ്പോൾ അടുത്ത് മേടിക്കാമല്ലോ. അപ്പോൾ ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. നല്ലൊരു ഫ്രേഗ്രൻസ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്, പിങ്ക് കളറിലാണ് വരുന്നത്. മുകളിൽ ടോപ്പ് വന്ന് വൈറ്റ് ലിഡും. ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ പെർഫ്യൂംസ് ആദ്യം നോക്കുന്നത് അതിൻ്റെ പാക്കേജിങ് ആണ്. പാക്കേജിങ് ഭയങ്കര ക്യൂട്ടാണെങ്കിൽ ഞാൻ മേടിക്കും. ഈ പിങ്ക് കളർ എന്നൊക്കെ, പിങ്ക് എൻ്റെ ഫേവററ്റ് കളറാണ്. അപ്പോൾ അത് കാരണം ഈ പിങ്ക് സാധനങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മേടിക്കും. നെക്സ്റ്റ് പെർഫ്യൂം വന്ന് ടോം ഫോർഡിൻ്റെ ബ്ലാക്ക് ഓർക്കിഡ് ആണ്. ഇത് 100 ml ബോട്ടിലാണ്, ചെറിയ 50 ml ബോട്ടിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുമ്പോൾ കുറച്ചൊരു നൈറ്റ് വൈബുള്ളൊരു മണമാണ്. ഇതിന് കൂടുതലും വരുന്നത് സ്മെൽ എന്ന് പറയുമ്പോൾ ഒരു ബോൾഡ് ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇതെന്ന് പറയുമ്പം ബ്ലാക്ക് ഓർക്കിഡാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു നോട്ട് വന്നിട്ട്, പിന്നെ പച്ചോളി അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ മണമുണ്ട്. നല്ല ബോൾഡ് സ്മെല്ലാണ്. ഇതെന്ന് പറയുമ്പോൾ യൂണിസെക്സ്, നമുക്ക് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷേ ഇത് ഡേ ടൈമിൽ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യത്തില്ല. നൈറ്റ് ടൈം നമ്മൾ പാർട്ടി അങ്ങനത്തെ വെയറിനൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ആയിരിക്കും. ഇതാണ് നല്ല ഗോൾഡ് പാക്കേജിലാണ്. അപ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ഗ്ലാസ് ബോട്ടിലാണ്, തറ വീണ പൊട്ടും. ഓൾറെഡി ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, പക്ഷേ ലീക്കൊന്നും ആയിട്ടില്ല. നെക്സ്റ്റ് വന്ന് ഒരു അറബിക് പെർഫ്യൂമാണ്, ലത്താഫ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഈയിടെയായിട്ട് ഇവരൊത്തിരി പെർഫ്യൂം നല്ല ഫേമസ് ആണ്. നല്ലൊരു ബ്രാൻഡും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി
വിലയില്ല, കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു മണമൊക്കെയുള്ള ബ്രാൻഡാണ്. ഇതിൻ്റെ പേരെന്ന് പറയുമ്പം അദീബ് എന്നാണ് പേര്, ലത്താഫിഡിന് അദീബ്. ഇത് കുറച്ച് പറയുമ്പോൾ ഒരു സ്പൈസി ഒരു ഊതിൻ്റെ സ്മെല്ലാണ്. ഇത് നമുക്ക് ഡേ ടൈം വെയറബിൾ ആണ്, ഒത്തിരി സ്ട്രോങ് ഒന്നുമല്ല, ഭയങ്കര ഇങ്ങനെ അടിച്ച് കയറത്തൊന്നുമില്ല. പിന്നെ നമുക്ക് എന്നും ഡേ ഉപയോഗിക്കാം, നൈറ്റും ഉപയോഗിക്കാം. ഇത് യൂണിസെക്സ് പെർഫ്യൂം, അപ്പം ആണുങ്ങൾക്കും ഉപയോഗിക്കാം പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ സ്മെൽ എന്ന് പറയുമ്പോൾ കൂടുതലൊരു വാനില, സിനമൺ, ടൊബാക്കോ അങ്ങനത്തെ ഒരു സ്പൈസി ഒരു നോട്ടുള്ള പെർഫ്യൂമാണ്. നല്ല ഭംഗിയുള്ള പാക്കേജിങ്ങിലാണ് ഇത് വന്ന, ഒരു ബുക്ക് പോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് വന്നത്, അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട്. നെക്സ്റ്റ് വന്ന് മാർക്ക് ജേക്കബ്സിൻ്റെ ഡെയ്സി വൈൽഡ് എന്നുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. അത് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്, തീരാറായി. ഇതെന്ന് പറയുമ്പോൾ ഒരു ഫെമിനൈൻ ഒരു മണമാണ്. ഇത് ഡേ വെയറിന് ഉപയോഗിക്കാം, നൈറ്റ് ടൈമും ഉപയോഗിക്കാം. ഇതിന് നോട്ട് വന്ന് കൂടുതലും ജാസ്മിൻ, സാൻഡൽവുഡ്, വെറ്റിവർ അങ്ങനത്തെ ഉള്ളൊരു നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ് വരുന്നത്. നമുക്ക് ഡേ ടൈമും നൈറ്റ് ടൈം ബോത്ത് ഉപയോഗിക്കാം, അതിന് പറ്റിയൊരു ഫ്രേഗ്രൻസ് ആണ്. നല്ല ഫെമിനൈൻ ആണ്, പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇത് 50 ml ആണ് ഈ ബോട്ടിൽ, ഇതിൻ്റെ വലുതും ഉണ്ട്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം. കൂടുതലും പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. നല്ലൊരു പാക്കേജിങ് ആണ് ഇതിൻ്റെ. ഈ മാർക്ക് ജേക്കബ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പാക്കേജിങ് ഭയങ്കര ഭംഗി. ഇവരുടെ ക്യാപ്പ് പല രീതിയിലുള്ള ക്യാപ്പ് കൂടുതൽ ഇങ്ങനെ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇത് ഡെയ്സി വൈൽഡിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ ഇങ്ങനത്തെ ഒരു പല കളേഴ്സിലെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചേക്കുന്ന ക്യാപ്പാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടെ ആയിരിക്കും. അടുത്ത് വന്ന് ജോർജിയോ അർമാനിയുടെ സി എന്നുള്ളൊരു പെർഫ്യൂമാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും ഒരു ഫ്രഷ് ഫ്രൂട്ടി, പക്ഷെ എന്ന് പറയുമ്പോൾ ഒരു ഫെമിനൈൻ ഒരു ഫ്രേഗ്രൻസ് ആണ്. ഭയങ്കര നല്ലൊരു ഫ്രേഗ്രൻസ്. ഒരു നൈറ്റ് ടൈം പറ്റിയ ഫ്രേഗ്രൻസ് ആയിരിക്കും, ഡെയിലി ഉപയോഗിക്കാം, കാരണം ഇത് ഒത്തിരി സ്ട്രോങ് ഒന്നുമല്ല എന്ന് പറഞ്ഞ്. പക്ഷേ മണം ഇല്ല എന്നല്ല, നല്ലൊരു പ്ലസൻറ്റ് ഒരു ഫെമിനൈൻ, പക്ഷെ ഒരു നൈറ്റ് വൈബായിട്ട് എനിക്ക് ഒരു ഡിസ്ക്രൈബ് ചെയ്യാനാണ് തോന്നിയിട്ടുള്ളത്. ഇതും തീരാറായി, കുറേ ഉപയോഗിച്ചാണ്. ഇത് 50 ml ആണ്, ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. ഈവൻ 2-3 ഡേയ്സ് ആ ഉടുപ്പിൽ തന്നെ എപ്പോഴും ആ ഒരു സ്മെല്ലുണ്ടാവും. പിന്നെ അത് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു പെർഫ്യൂമാണ്. നെക്സ്റ്റ് വന്ന് കാൽവിൻ കെയിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ പെർഫ്യൂമാണ്. ഇത് CK Into You. ഇത് ഹെർ വേരിയൻ്റ് ആണ്. ഹിമ്മും ഉണ്ട്, ആണുങ്ങളുടെ ഉണ്ട്, ഇത് പെണ്ണുങ്ങളുടെ വേരിയൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പം കുറച്ചൊരു നല്ലൊരു വാനില, ആംബർ അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ്. ഡേ ടൈമിന് പറ്റിയ ഫ്രേഗ്രൻസ് ആണ്. ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആയിരിക്കും ഇത് അടിച്ച് കഴിയുമ്പോൾ. നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് കുളിച്ചിറങ്ങിയ പോലത്തെ ഒരു നല്ലൊരു മണമുള്ള ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോപ്പി പൗഡറി അങ്ങനെയൊന്നുമല്ല. പെർഫ്യൂംസിൽ നല്ലൊരു ഫ്രഷ് വേരിയൻറ്റ് എന്നുള്ള രീതിയിൽ രാവിലെയൊക്കെ അടിക്കാൻ പറ്റിയ ഓഫീസ് വെയറിന് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഒത്തിരി ഹൈ എൻഡ് അല്ല എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചിൽ തന്നെയാണ് CKയുടെ പെർഫ്യൂംസ് എന്ന് പറയുന്നത്. നൈക്കയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനത്തെ പാക്കേജിങ് ആണ് വരും, നല്ലൊരു ഭംഗിയുള്ള പാക്കേജിങ്. ഗ്ലാസ് ബോട്ടിലാണ്, അതിൻ്റെ കൂടെ ഒരു മുകളിലൊരു വൈറ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് വയ്ക്കാം. ഇത് പറയുമ്പോൾ ഞാൻ കുറേ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ എൻ്റെ മമ്മിയാണ് ഉപയോഗിക്കുന്നത്, മമ്മി ഗിഫ്റ്റ് തന്നതാണിത്. യൂഷ്വലി മമ്മിയാണ് ഇത് എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാറുള്ളത്. ഇത് നല്ലൊരു പെർഫ്യൂമാണ്, എപ്പോഴും എൻ്റെ കയ്യിൽ ഒരെണ്ണം കാണുന്ന ഒരു പെർഫ്യൂമാണ് CKയുടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ പെർഫ്യൂമാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ, ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെർഫ്യൂമാണെന്നും പറയുക. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.